ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉന്നത ഗൂഢാലോചനയുടെ ഫലമാണ് ശബരിമലയിൽ 2019 ഉണ്ടായത് എന്നുള്ളതാണ് SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 1 മുതൽ 10 വരെ പ്രതികൾക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളടക്കം എണ്ണി പറയുന്നുമുണ്ട്. ചുരുക്കത്തിൽ 2 കിലോയോളം സ്വർണം പൂശിയിരുന്ന പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട് അയാൾക്ക് അന്യായമായ ലാഭമുണ്ടാക്കുന്നതിനടക്കം ഇടവരുത്തിയത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ എടുത്ത തീരുമാനമാണ്. അതിൽ പറയുന്ന ചെമ്പുപാളി എന്നുള്ള പരാമർശമാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ 1999 വിജയമല്യ ശ്രീകോവിൽ സ്വർണം പൂശിയ വേളയിൽ തന്നെ ഇത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികളും സ്വർണം പൂശിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് ജീവനക്കാർ, അതായത് മുരാരി ബാബു അടക്കം വരുന്ന 9ഓളം ജീവനക്കാർ, കേസിലെ പ്രതികളായിട്ടുള്ള മുൻ ജീവനക്കാർ അടക്കമുള്ളവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നിട്ടും അതിനെ സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികൾ എന്ന് ബോധപൂർവം തിരികെ കയറ്റി രേഖപ്പെടുത്തിയത് തട്ടിപ്പിന്റെ ആസൂത്രണം എന്ന് തന്നെയാണ് SIT വ്യക്തമാക്കുന്നത്. 1.5 കിലോയോളം സ്വർണം ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ പോറ്റിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഏറെക്കുറെ 2 കിലോ തൂക്കമുണ്ടായിരുന്ന സ്വർണം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ അതിൽ 1.5 കിലോയോളം സ്വർണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി. 2 കിലോയോളം സ്വർണം ഉണ്ടായിരുന്ന പാളികളിൽ നവീകരിച്ചപ്പോൾ പൂശിയത് 394.9 ഗ്രാം മാത്രമാണ് എന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.